ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത് നമ്മുടെ വെള്ളക്കടൽ കൊണ്ടുള്ള ഒരു തോരനാണ്. തൈര് സാധനത്തിനൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അതല്ലാതെ ഇത് വെറുതെ കഴിക്കാം. 4 മണിക്കൊക്കെ ഇത് കുട്ടികൾക്ക് സ്നാക്കായിട്ടും കഴിക്കാനായിട്ടും കൊടുക്കാം. കടലയിൽ നിറയെ പ്രോട്ടീൻ ഉണ്ടല്ലോ, പ്രോട്ടീൻ്റെ കലവറയാണ് കടല. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ 1/4 കിലോ കടല എടുത്തിട്ടുണ്ടായിരുന്നു. അത് 8 മണിക്കൂർ നേരം കുതിർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുതിർത്ത കടല ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണും ചേർത്തിട്ട് വെള്ളം കടല മുങ്ങണ വിധത്തിൽ ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാൻ കടല എങ്ങനെ വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിസിൽ വരുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യത്തെ വിസിൽ വരുന്നവരെ വെക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ വിസിൽ വരുമ്പോൾ സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 15 നിമിഷം കഴിയുമ്പോഴാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാറുള്ളത്. ഇങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. വിസിലൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടൈമാണ് നോക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവോള അരിഞ്ഞത്, നല്ല വലിയ സവോളയായിരുന്നു, അത് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇത് കറിവേപ്പിലും സവാളയും കൂടെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നല്ലോണം പഴുത്ത ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഈ മസാലയ്ക്കുള്ളതാണ് നമ്മൾ ചേർക്കുന്നത്. അത് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റിയിട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഈ വെള്ളമൊക്കെ ഇതിൽ കിടന്ന് ഇങ്ങനെ വറ്റണം. അപ്പോഴാണ് ആ മസാലയൊക്കെ കടലയിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 നിമിഷം തുറന്ന് വെച്ച് വേവിച്ചപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ കടലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ കടൽ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഒരു മോരുകറി ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. തൈര് സാധനത്തിൻ്റെ കൂടെ പറയേ വേണ്ട. അതേപോലെ തന്നെ പൂരിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.